പ്രധാന വാർത്തകൾ. അംബികാപൂർ. ഛത്തീസ്ഗഡിലെ അംബികാപൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളിൽ ഒരു പിഞ്ചുജീവൻ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പിനുള്ളിൽ കുടുങ്ങിയ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറി. അമ്മയുടെയും ബന്ധുക്കളുടെയും ദയനീയമായ നിലവിളികൾ കേട്ടാണ് ആശുപത്രി ജീവനക്കാർ ദുരന്തസ്ഥലത്തേക്ക് ഓടിയെത്തിയത്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. ആദ്യം ഓടിയെത്തിയത് ക്ലീനിംഗ് സ്റ്റാഫ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു ശൗചാലയത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി പ്രസവം നടന്നതിനെ തുടർന്നാണ് കുഞ്ഞ് സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിൽ കുടുങ്ങിയത്. അമ്മയുടെയും ബന്ധുക്കളുടെയും നിലവിളികൾ സമീപ വാർഡുകളിലേക്ക് പടർന്നതോടെ ആദ്യം സ്ഥലത്തെത്തിയത് ക്ലീനിംഗ് സ്റ്റാഫായ മഞ്ജുള ഉൾപ്പെടെയുള്ളവരും നഴ്സിംഗ് ജീവനക്കാരുമാണ്. ക്ലീനിംഗ് സ്റ്റാഫാണ് ടോയ്ലറ്റ് പൈപ്പിലൂടെ കുഞ്ഞ് ഉള്ളിലേക്ക് പോയതായി ആദ്യം തിരിച്ചറിഞ്ഞതും രക്ഷാപ്രവർത്തനത്തിനായി വേണ്ട പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതും. എന്നാൽ പൈപ്പിന്റെ സങ്കീർണത കാരണം അവർക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. ഫയർ എഞ്ചിൻ, പോലീസ് എത്തി. അഗ്നിശമന സേന ദൗത്യം ഏറ്റെടുത്ത് സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് ബോധ്യമായതോടെ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. മിനിറ്റുകൾക്കകം പോലീസ് സംഘവും പിന്നാലെ അഗ്നിശമന സേനയും സ്ഥലത്തെത്തി. അഗ്നിശമന സേനയുടെ വിദഗ്ധ സംഘം ദൗത്യം ഏറ്റെടുത്തു. പോലീസ് സ്ഥലത്ത് സുരക്ഷാ വലയം തീർത്തപ്പോൾ ക്ലീനിംഗ് സ്റ്റാഫിന്റെ സഹായത്തോടെ പൈപ്പിന്റെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കിയാണ് അഗ്നിശമന സേനാംഗങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ട അതീവ ശ്രദ്ധയോടെയുള്ള തീവ്രയജ്ഞത്തിനൊടുവിൽ കുഞ്ഞിനെ പൈപ്പിനുള്ളിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തു. പോലീസ് അന്വേഷണം തുടങ്ങി രക്ഷപ്പെടുത്തിയ സമയത്ത് കുഞ്ഞിന് നേരിയ ശ്വാസം നിലനിർത്താൻ കഴിഞ്ഞത് ആശ്വാസമായി. ഉടൻ തന്നെ NICU-വിലേക്ക് മാറ്റിയ കുഞ്ഞ് നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്ലീനിംഗ് സ്റ്റാഫിന്റെ സമയോചിത ഇടപെടലും ആശുപത്രി അധികൃതർ കൃത്യസമയത്ത് വിവരം കൈമാറിയതും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ഏകോപനവുമാണ് ഒരു പിഞ്ചുജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ജീവൻ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അധികൃതർ അഭിനന്ദിച്ചു. ന്യൂസ് സിറ്റി, തിരുവനന്തപുരം.